വർഷത്തോളമായിട്ട് ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമില് അറിയാം. നമ്മള് കയറി വരുന്ന സമയത്ത് എന്താണെന്ന് അറിയാതെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഫീൽഡ് ആണെങ്കിലും ഇന്ന് ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. നമ്മൾ മനസ്സിലാക്കാത്ത, നമ്മളറിയാത്ത, ലോകത്തെ ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള അല്ലെ ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാനും അത് ഹോൾഡ് ചെയ്യാനും അത് പ്രൊമോഷൻ ചെയ്യാനും ഉള്ള ഒരു ബിസിനസ് തന്നെയാണ്. ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ അത്രയും സിമ്പിൾ ആയിട്ട് കുറച്ച് സമയം, ഒരുപാട് സമയമൊന്നും ഞാൻ എടുക്കില്ല. ഇപ്പം സവിത മാം പറഞ്ഞ പോലെ തന്നെ 4 വർഷത്തോളമായിട്ട് എംപവറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫീൽഡില് എന്താണ് ഈ ഒരു ഇൻഡസ്ട്രി എന്നുള്ളതും എങ്ങനെയൊക്കെ നമുക്ക് ഇവിടുന്ന് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതും ഒരുപാട് ആളുകൾ ഇന്നും ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളിലേക്ക് ഇതിന്റെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതും കൂടെയാണ് ഈ ഒരു എംപവർ എന്ന് പറയുന്ന അക്കാഡമിയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ ഏറ്റവും സക്സസ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഒരു പ്രൊജക്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഇപ്പൊ 1 വർഷമായിട്ട് ഒരു പുതിയ പ്രൊജക്ട് ഏറ്റെടുത്തിട്ട് നല്ല രീതിയിൽ ഒരുപാട് വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ കടങ്ങൾ വീട്ടാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇത്. അപ്പോൾ ഓരോരുത്തരെയും ഞാൻ ഈ ഒരു ഒരിക്കൽ കൂടി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്താന്ന് വെച്ചാല് നമ്മളെല്ലാവരും ഒരു അവസരം കേൾക്കുന്ന സമയത്ത് ആരും അതിനെക്കുറിച്ച് പഠിക്കാൻ റെഡി ആവില്ല. ഇതുപോലെയുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ ഞാൻ കേട്ടതാണ്, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് ആ പറഞ്ഞതല്ലേ എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് മൈൻഡ് സെറ്റിൽ നമ്മളത് വിട്ടുകളയാറാണ്. പക്ഷേ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അല്ലെ, നമുക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്, അത് ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഇന്നുണ്ട്. എന്താണ് നല്ലത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്സും എഡ്യൂക്കേഷനും കിട്ടുന്ന സിസ്റ്റം ഇന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്താൽ ഇതിന്റെ ട്രസ്റ്റും ഇതിന്റെ സെക്യൂരിറ്റിയും എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഏറ്റെടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ഏതൊരു പ്രൊജക്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരുപാട് പ്രൊജക്ട് കേട്ടിട്ടുണ്ടെങ്കിലും അതില് നമുക്കിത് ഏറ്റെടുക്കണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഒന്ന് നമുക്കത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതിന്റെ സെക്യൂരിറ്റി വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണോ എന്നുള്ളത് നമുക്കറിയണം. രണ്ടാമത് എന്ന് പറയുന്നത് അതിന്റെ കോമ്പൻസേഷൻ പ്ലാനുകൾ. ഞാൻ ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ആ ഒരു ബെനിഫിറ്റ്, എനിക്ക് എന്ത് ബെനിഫിറ്റ് എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാവണം അല്ലെ. മൂന്നാമത് എന്ന് പറയുന്നത് ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് അല്ലെ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എഡ്യൂക്കേഷൻ വേണം, അതിൻ്റെതായിട്ടുള്ള ഏതൊരു ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും അത് വേണം. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചതിനുള്ള ഒരേ ഒരു ആൻസർ ഇത് മാത്രമേ എനിക്ക് പറയുള്ളൂ. എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടും പറ്റും. ഒരു സാധാരണ വീട്ടമ്മ എന്നുള്ള നിലയിൽ എന്താ പറയാ, എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു വ്യക്തിയല്ല എങ്കിൽ പോലും ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഒരു ജോബ് ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോ ഞാൻ ബികോം കംപ്ലീറ്റ് ചെയ്ത് TTC കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലിയോ ബിസിനസ്സോ എന്നുള്ള ഫീൽഡിലേക്ക് ഞാൻ പോയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പരിചയമില്ലാത്തൊരു മേഖലയായിരുന്നു. ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പഠിച്ചെടുത്തു. ഇവിടെയുള്ള ഓരോരുത്തരും പ്രായമോ അവരുടെ എഡ്യൂക്കേഷനോ അവരുടെ സാമ്പത്തികമോ അല്ലെങ്കിൽ അവരുടെ ജെൻഡറോ ഒന്നും വിഷയമല്ലാത്ത രീതിയിൽ ഏത് സാധാരണക്കാരനും ഇവിടുന്ന് പഠിച്ചെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു ഇൻഡസ്ട്രി അറിയുന്നവർക്കും ഈ എംപവറിന്റെ കൂടെ ഉള്ളവർക്കും അറിയാം, 60 വയസ്സുള്ള സാലിഹ മാഡം എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും പിന്നെ അത്രയും പ്രായത്തിലും അവര് ഇന്ന് മന്ത്ലി ഒരു സാലറി പോലെ പിന്നെ റോയൽറ്റി അച്ചീവർ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പോലും ഇവിടെ അച്ചീവ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ പറ്റൂല എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അപ്പൊ ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ ഒരു സെക്യൂരിറ്റി, ഇത് എങ്ങനെ റൺ ചെയ്യുന്നത്, ഇതിന്റെ കോമ്പൻസേഷൻ, ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും, നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പറയുന്ന കാര്യങ്ങൾ 100% ഇവിടെ ഉണ്ടാവുക. മാക്സിമം ആളുകൾ വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കുക. കുറച്ച് സമയം നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന
ഒരിത്തിരി സമയം, നമ്മൾ ഒരുപാട് സമയം ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ പല കാര്യത്തിനാണ്. പക്ഷെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കി തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു 20 മിനിറ്റ് സമയം നിങ്ങൾ ഇവിടെ തരിക, പഠിക്കുക. നിങ്ങൾക്ക് തീരുമാനം നിങ്ങളുടേതാണ്. ഞങ്ങൾക്ക് അവയർനെസ് മാത്രമേ തരാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. ഇത് തെരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊജക്ടിന്റെ പേര് എന്ന് പറയുന്നത് കോയിൻ ഫോർജ് എന്നാണ്. കോയിൻ ഫോർജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഏകദേശം 60,000-ഓളം വരുന്ന കമ്മ്യൂണിറ്റിയാണ് എംപവർ എങ്കിലും കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ ഏകദേശം ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് അസോസിയേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ എല്ലാ മേഖലയിലുള്ള അല്ലെങ്കിൽ എല്ലാ ജില്ലകളിൽ നിന്നുമായിട്ടും എല്ലാ ഇതിൽ നിന്നായിട്ടുമുള്ള ആളുകൾ അസോസിയേറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോ ഈ ഒരു കോയിൻ ഫോർജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പരിചയപ്പെടേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഈ ഒരു കോയിൻ ഫോർജ് എന്നല്ല, സാധാരണ ക്രിപ്റ്റോ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പരിചയപ്പെടേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഒന്നാമത്തത്, ഇത് ബ്ലോക്ക് ചെയിനിലാണ് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് കോയിൻ ഫോർജ് എന്നാണ് പ്രൊജക്ടിന്റെ പേര് എന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതൊരു ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ ഇതിനൊരു വിഷനും ഇതിനൊരു മിഷനും ഉണ്ട്. ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, അതിന്റെ ഡെവലപ്പർ ഇത് ഡിസൈൻ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ സാധാരണക്കാരെ, നമുക്കറിയാം ഇന്ന് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അതിൽ നിന്ന് റിട്ടേൺസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോ ചെറിയ രീതിയിൽ വരുമാനം അല്ലെ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റോ ചെറിയ രീതിയിൽ ഒരു സ്റ്റാർട്ടിംഗ് കോസ്റ്റോ കൊടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിലും ഒരുപാട് നമ്മളെപ്പോലെ ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിലും ആണ് ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ ഒരു വിഷനും മിഷനും അത് തന്നെയാണ്. ഒരുപാട് സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെ ട്രാൻസ്പെറന്റ് ആയിട്ടും സെക്യൂറബിൾ ആയിട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിൽ നിന്ന് എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെയൊക്കെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോം ആണെന്ന്. ചില ആളുകൾക്കെങ്കിലും അറിയാമായിരിക്കും ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അല്ലെ. ക്രിപ്റ്റോ കറൻസി എന്ന് അറിയാത്ത ആളുകളിലേക്കായി പറഞ്ഞാൽ നമ്മൾ ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് ഇനി വരാൻ പോകുന്ന എന്ന് പറയില്ല, ഇപ്പൊ ഓൾറെഡി കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ന് ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസ് നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന സ്കാനർ ഉപയോഗിച്ച് നമുക്ക് പർച്ചേസിങ്ങും ഇതും നടത്താൻ പറ്റുന്ന ഒരു എലമെന്റ് ആയിട്ട് ക്രിപ്റ്റോ കറൻസി മാറിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസിയിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മളെ ഓരോ സംവിധാനങ്ങളും നമ്മളെ ക്യാഷിൽ നിന്നില്ലേ, നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബാർട്ടർ സിസ്റ്റത്തിൽ നിന്നും മെറ്റൽ കോയിൽ നിന്നും പേപ്പർ മണിയിൽ നിന്നും ഇപ്പൊ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ മണിയിൽ നിന്നും ഒക്കെ മാറിയിട്ടാണ് ഇനി വരാൻ പോകുന്ന ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ട്രാൻസ്പെറന്റ് ആയിട്ട് ലോകത്ത് എവിടെയും നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട്. നമുക്കിപ്പോ ഡിജിറ്റൽ മണി ആണെന്നുണ്ടെങ്കിലും അതിനും കുറച്ച് പരിമിതികളുണ്ട് അല്ലെ. നമ്മളുടെ ബാങ്ക് ബാലൻസ് അറിയാവുന്ന ആളുകളുണ്ട്. ഒരു ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ നടത്താൻ പോലും അവിടെ ബാങ്കിന്റെ പെർമിഷൻ നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി അറിയാണ്ട് നമ്മുടെ വരുമാനത്തിന് ഫുൾ അതോറിറ്റി നമുക്ക് തന്നെ കിട്ടിയുകൊണ്ട് ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് ആയിട്ട് ക്രിപ്റ്റോ കറൻസി ഒറിജിൻ ചെയ്ത് അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇതുവരെയുള്ള എല്ലാ ട്രാൻസാക്ഷന്റെ പരിമിതികളും പരിഹരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഒരു എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടെക്നോളജി ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ ടെക്നോളജിയുടെ കൂടെ സഞ്ചരിക്കാൻ അല്ലെ, അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് മാറാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഇത് ബ്ലോക്ക് ചെയിൻ, ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട് 100% സെക്യൂരിറ്റിയോട് കൂടിയിട്ട്. എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് ചോദിച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ
പിന്നെ എന്താ പറയാ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. കാരണം വെബ് 1-ന്റെയും വെബ് 2-ന്റെയും ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ഹാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊന്നൊക്കെ ഏറ്റവും കൂടുതൽ അതിന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു സംവിധാനത്തിലും പരിഹാരം കണ്ടുകൊണ്ട് പുതിയൊരു ടെക്നോളജി ഒറിജിൻ ചെയ്തിട്ടുള്ളതാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അപ്പൊ നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയും നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റും ഈ റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ്. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങളുടെ അടുത്ത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ റൺ ചെയ്യുന്നതാണ്, സ്മാർട്ട് കോൺട്രാക്ട് ബേസിലാണ്, ഇത് വെരിഫൈഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രൊജക്ടുകൾ വന്നിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്, നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാം, ഇതിന്റെ കോൺട്രാക്റ്റുകൾ വെരിഫൈ ചെയ്യാം, ഇതിന്റെ ബ്ലോക്ക് ചെയിൻ ഏതാണ് എന്നുള്ളത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ട്രസ്റ്റ്, ഇതിന്റെ സെക്യൂരിറ്റി മനസ്സിലാക്കാന്നുള്ളത് കൂടിയാണ് നിങ്ങളടുത്ത് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം ഇവിടെ സ്മാർട്ട് കോൺട്രാക്ട് ബേസിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് നമ്മുടേത് മാത്രമായിട്ട് നമ്മുടെ ഓൺ അതോറിറ്റിയിൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം നമുക്ക് അറിയാം, ഒരു അതോറിറ്റിയുടെ കീഴിൽ നമ്മൾ അവരുടെ ഇതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതൊരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ആണ്. ഇനി ഏത് പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിലും ഒരു MLM കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരു കമ്പനി ഉണ്ടാവും. ആ കമ്പനി തരുന്നത് എന്താണോ അതാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ആ കമ്പനി തരുന്ന കമ്മീഷൻ ആണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ആ കമ്പനിക്ക് അതില് എല്ലാ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ മാറ്റം വരുത്താനുള്ള എല്ലാ അതോറിറ്റിയും അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കോമ്പൻസേഷൻ പ്ലാന് നമുക്ക് തരുന്നത് സ്റ്റാർട്ടിങ്ങിൽ തരുന്ന പോലെ ആയിരിക്കില്ല പിന്നെ തരുന്നത്. അപ്പൊ അതിലുള്ള തിരുത്തലുകൾ വരുത്താൻ പറ്റും. അപ്പൊ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇതിന്റെ ഈ ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഡെവലപ്പർ എന്താണോ ഡിസൈൻ ചെയ്തിട്ടുള്ള അത് ലൈഫ് ടൈം ഇന്റർനെറ്റ് ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ തന്നെയാണ് റൺ ചെയ്യുന്നത്. പുതിയ പ്രൊജക്ടുകൾ ഇതിനോട് കൂടിയിട്ട് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്, പക്ഷെ ഉള്ള പ്രൊജക്ടുകൾ ഒരുപോലെ തന്നെയാണ് വന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഈ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഇതിന്റെ ടെക്നോളജി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇതിന്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ്, സ്മാർട്ട് കോൺട്രാക്ട് ബേസിലാണ്. ഇവിടെ സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബിസിനസ് ചെയ്യുന്നത്. ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് പിയർ ടു പിയർ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു ഇത് എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ കോമ്പൻസേഷൻ പ്ലാനുകൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഫോർജ് റേസ് എന്നുള്ളതാണ്. ഫോർജ് റേസിൽ ഞാൻ പറഞ്ഞു സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്തിട്ടാണ് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 6 സ്മാർട്ട് കോൺട്രാക്റ്റുകളാണുള്ളത്. 6 സ്മാർട്ട് കോൺട്രാക്റ്റിനും 6 വാല്യൂ ആണുള്ളത്. ഇത് 1 ടൈം സ്റ്റാർട്ടിങ് കോസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ഒറ്റ തവണയെ ഒരു ഇത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് നമുക്ക് ലൈഫ് ടൈമിലേക്ക് നമ്മുടെ വരാൻ പോകുന്ന ഒരു, ഞാൻ പറഞ്ഞു ടെക്നോളജിയാണ്, നമ്മൾ എത്ര കാലത്തേക്ക് ഇത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഏതൊരു ബിസിനസ്സും അങ്ങനെ തന്നെയാണല്ലേ, നമ്മുടെ അതിന്റെ ലൈഫ് ടൈം അതിന്റെ ഫ്യൂച്ചർ ആണ് നമ്മൾ. അപ്പം 100% ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ ഇനിയും കേൾക്കാനിരിക്കുന്ന വലിയൊരു മാർക്കറ്റാണ് നമ്മളെ മുന്നിലുള്ളത്. ആളുകൾ കുറച്ചായി ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി വരുന്നത്. നമ്മൾ ഏർലി അഡോപ്ഷൻ പീരീഡിലാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ. ഓക്കെ, അപ്പം ഫോർജ് റേസ് എന്ന് പറയുന്ന ഈ പ്രോജക്റ്റിൽ 6 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. 6 സ്മാർട്ട് കോൺട്രാക്റ്റിനും 6 വാല്യൂ ആണുള്ളത്. $50, $100, 150, 200, 250, 300 ആണ് ഓരോ സ്മാർട്ട് കോൺട്രാക്റ്റിന് വില. അത് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്നത് 40% നമുക്ക് റെഫറൽ ഇൻകം കിട്ടുന്നുണ്ട്. നമുക്ക് അവിടെ അൺലിമിറ്റഡ് ആയിട്ട് റെഫറൽസ് വെക്കാം. ഇവിടെ 8% ഓരോ ലെവലിൽ നിന്നും നമുക്ക് വരുമാനമായിട്ട് കിട്ടുന്നുണ്ട്. 8% 5 ലെവലിൽ നിന്ന് കിട്ടുമ്പോൾ 40%. അപ്പൊ 40% റെഫറൽ ഇൻകവും 40% ലെവൽ ഇൻകവും, ബാക്കി 20% റോയൽറ്റിയാണ്. ഞാൻ പറഞ്ഞു മന്ത്ലി റോയൽറ്റി സാലറി പോലെ നമുക്ക് ക്രെഡിറ്റ് ആകുന്നുണ്ട്. അത് സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു സമയം വരെ ആ റോയൽറ്റി സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഓരോ മാസവും കിട്ടുന്നുണ്ട്. നാളെ ഇപ്പൊ 31-ാം തീയതിയാണ്, മറ്റന്നാൾ ആ റോയൽറ്റി ക്രെഡിറ്റ് ആവും. 1-ാം തീയതി അത് ക്രെഡിറ്റ് ആകുന്നുണ്ട്. ഇന്ന് വരെ അത് ഇതിന്റെ റോഡ് മാപ്പുകളെല്ലാം പറഞ്ഞ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന്റെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഫോർജ് റിവോൾവ് ആണ്. ഫോർജ് റിവോൾവിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 8 സ്മാർട്ട് കോൺട്രാക്റ്റുകളാണുള്ളത്. 8 സ്മാർട്ട് കോൺട്രാക്റ്റിനും 8 വാല്യൂ ആണുള്ളത്. $15 സ്റ്റാർട്ട് ചെയ്തിട്ട് $800 വരെയുള്ള, അല്ലെങ്കിൽ $15 സ്റ്റാർട്ട് ചെയ്ത് $3090 വരെയുള്ള സ്മാർട്ട് കോൺട്രാക്റ്റുകളാണുള്ളത്. ഫോർജ് റേസിൽ നമ്മൾ മാക്സിമം നമ്മൾ 6 സ്മാർട്ട് കോൺട്രാക്റ്റും ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ $1050 ആണ് മുടക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് 8 സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്യാൻ $3090 ആണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ ആവശ്യമുള്ളത്.
ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാ, നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നുള്ളത് പിന്നെ നമ്മളെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എത്രയാണോ ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ആക്ടിവേഷൻ ചെയ്യുക. നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഓരോ ലെവലിൽ 8% ഏത് കോൺട്രാക്റ്റ് ആണോ നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നത് അതിന്റെ 50% ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊരു ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ക്രിപ്റ്റോ ഓൺ ചെയ്ത് വെക്കുക, നമ്മൾ ക്രിപ്റ്റോ ഹോൾഡ് ചെയ്ത് വെക്കുക, മറ്റുള്ള ഒരാൾക്ക് നമ്മളിത് പ്രൊമോഷൻ ചെയ്യുക. ഈ ഒരു ക്രിപ്റ്റോ, ഈ ഒരു ഇപ്പൊ ഉള്ള ഈ ഒരു ക്രിപ്റ്റോ ടോക്കണ് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരൊറ്റ ടാസ്കേ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതുള്ളൂ. അതിനാണ് നമുക്ക് ഈ ഒരുപാട് രീതിയിലുള്ള കോമ്പൻസേഷൻ പ്ലാനുകൾ നമുക്ക് എന്തൊക്കെയാ കിട്ടുന്നത് എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ കോൺട്രാക്റ്റുകൾ ആക്ടിവേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 15 ആണെങ്കിലും 25 ആണെന്നുണ്ടെങ്കിലും 50 ആണെങ്കിലും 100 ആണെങ്കിലും 200 400 800 1500 ആണെങ്കിലും നമുക്ക് ഇവിടെ ഏത് കോൺട്രാക്റ്റ് ആണോ എടുക്കുന്നത് ആ കോൺട്രാക്റ്റിന് വർത്തായിട്ടുള്ള അതിന്റെ 50% നമുക്ക് ടോക്കൺ കിട്ടുന്നുണ്ട്. ഇനി ഫോർജ് റേസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ അവിടെ നമുക്ക് 100% ടോക്കൺ കിട്ടുന്നുണ്ട്. നമ്മൾ ഏത് കോൺട്രാക്റ്റ് ആണ് എടുക്കുന്നത് ആ കോൺട്രാക്റ്റിന് വർത്ത് ആയിട്ടുള്ള ടോക്കൺ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 50% ടോക്കൺ ആണ് കിട്ടുന്നത്. കൂടാണ്ട് ഞാൻ ഈ ഒരു ടോക്കൺ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്തെങ്കിൽ ഇത് മറ്റൊരാൾക്ക്, ഇപ്പൊ എന്റെ ഫ്രണ്ടിനായിക്കോട്ടെ എന്റെ റിലേറ്റീവ്സിനായിക്കോട്ടെ ഞാനുമായിട്ട് പരിചയമുള്ള ആരോ ആയിക്കോട്ടെ അവർക്കും കൂടെ ഇത് വാങ്ങാനുള്ള ഒരു ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുത്ത, അല്ലെങ്കിൽ ഇത് വാങ്ങാനുള്ള അവരെ കൂടി ഈ ഒരു ഇത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള അവസരം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരെടുക്കുന്ന കോൺട്രാക്റ്റിന്റെ 75% ടോക്കണും കൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. അവർ ഏത് കോൺട്രാക്റ്റ് ആണോ ആക്ടിവേഷൻ, അല്ലെ എത്ര USDT എത്ര ഡോളർ മുടക്കിയിട്ടാണോ കോൺട്രാക്ട് ആക്ടിവേഷൻ ആ മുടക്കുന്നതിന്റെ 70. ആദ്യം ഞാൻ ഡയറക്റ്റ്ലി എടുത്തപ്പോൾ എനിക്ക് 50 ആണ് കിട്ടിയതെങ്കിൽ ഞാൻ റഫർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ കൊണ്ട് ഇത് പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് കൂടെ ഞാൻ ഈ ഒരു അവസരം കൊടുക്കുന്ന സമയത്ത് അവരെടുത്തുന്ന 75% ടോക്കൺ ആണ് എനിക്ക് ക്രെഡിറ്റ് ആകുന്നത്. അത് മാത്രമല്ല നമുക്ക് ഇവിടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്താ വെച്ചാൽ 80% പ്രോഫിറ്റും കൂടെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. മനസ്സിലാക്കുക, 80% പ്രോഫിറ്റ് തന്നുകൊണ്ട് ഇന്ന് മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു കമ്പനി നമ്മളെ കൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ഈ 80% മാത്രമല്ല നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുന്നത്, 20% ബാക്കി വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മന്ത്ലി റോയൽറ്റി ഓരോ മന്ത്ലിയും സാലറി പോലെ 1-ാം തീയതി അത് നമ്മുടെ വാലറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ 20% ഡിവൈഡ് കൊടുക്കുന്നത് കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ്. അപ്പൊ ഇതിന്റെ 100% ഡിവൈഡ് നടക്കുന്നത് കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, കമ്മ്യൂണിറ്റിക്ക് ഇത്രയധികം പ്രോഫിറ്റ് കൊടുത്തുകൊണ്ട് ഡെവലപ്പർ ഇതിന്റെ ലാഭം എങ്ങനെ എടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ കയ്യിലുള്ള ക്രിപ്റ്റോ ടോക്കണിന്റെ വാല്യൂ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ, അല്ലെങ്കിൽ നമ്മൾ ഓൺ ഡെക്സിൽ കുറച്ചു കാലം ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അത് എക്സ്ചേഞ്ചിലേക്ക് ലിസ്റ്റ് ആകുന്നത്. എങ്ങനെ തന്നെ ആണെന്നുണ്ടെങ്കിലും അതിന്റെ വാല്യൂ കൂട്ടുക എന്നുള്ള ഒരൊറ്റ, അവരെ കയ്യിലുള്ള ടോക്കണിന്റെ വാല്യൂ കൂടി കൂടുന്ന സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച ടോക്കണിന് കൂടിയാണ് വാല്യൂ കൂടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ പ്രോഫിറ്റ് ഫോക്കസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ കയ്യിൽ അപ്പൊ ഇൻസ്റ്റന്റ് മണി ആയിട്ട് 80% പ്രോഫിറ്റും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ 2 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോർജ് റിവോൾവിന്റെ സ്മാർട്ട് കോൺട്രാക്ട് ഉള്ളത്. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും 8 സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഇവിടെ കാണുന്നുണ്ടാവും. അതിൽ ഒരു ഭാഗം ടെർമിനൽ 3യും ഒരു ഭാഗം ടെർമിനൽ 40. എന്താണ് ടെർമിനൽ 3, എന്താണ് ടെർമിനൽ 40 എന്ന് ചോദിച്ചാൽ, ഈ ടെർമിനൽ 3 എന്ന് പറയുന്നത് നമുക്ക് അവിടെ 80%, ഞാൻ എത്രയാണോ കോൺട്രാക്ട് എടുത്തിട്ടുള്ളത്, ടെർമിനൽ 3ന്റെ കോൺട്രാക്റ്റുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ $15, $100, $200, 1500. ഈ 4 കോൺട്രാക്റ്റുകൾ ടെർമിനൽ 3ന്റെയും 25ന്റെയും 50ന്റെയും 400ന്റെയും 800ന്റെയും ടെർമിനൽ 40ന്റെയും ആണ്. ഇങ്ങനെ 2 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേഷൻ ചെയ്തത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ടെർമിനൽ 3യുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇവിടെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ 15ന്റെ ആണോ എടുക്കുന്നതിൽ അവിടെ നമുക്ക് 50% 7.5 ടോക്കൺ കിട്ടും. 100ന്റെ ആണ് എടുക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് 50 ടോക്കൺ കിട്ടും. 200 ആണെങ്കിൽ അവിടെ നമുക്ക് 100 ടോക്കൺ കിട്ടും. 1500 ആണെങ്കിൽ നമുക്ക് അവിടെ 750 ടോക്കൺ കിട്ടും. ഓക്കെ, അങ്ങനെ അത് മാത്രമല്ല, നമ്മള്
ഒരാൾക്ക് ഈ ടോക്കൺ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് കൂടെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് അവരെ കൂടെ ഈ ഒരു ബിസിനസിന്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്നത് 80% നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾ ചിന്തിക്കാൻ, ഞാൻ ഏറ്റവും ഒരു വേഴ്സ്റ്റ് സിനാരിയോ നിങ്ങളടുത്ത് പറയാം. ഞാൻ പറഞ്ഞു ഏത് സാധാരണക്കാർക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. നിങ്ങൾ ചിന്തിക്കുക, ഈ ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി 1500 നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഒരിക്കലും ചെറുതായി കാണണ്ട. ഇതിന്റെ ഒരു വിഷന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണക്കാരായ ആളുകളിലേക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ടുവരിക എന്നുള്ള വിഷനോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ എമൗണ്ടിൽ ഈ ഒരു ബിസിനസ് കൊടുക്കുന്നത്. ആ ചെറിയ എമൗണ്ടിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ചെറുതായി കാണണ്ടെന്നുള്ള പറഞ്ഞത്. അപ്പൊ ഏറ്റവും ചെറിയ എമൗണ്ട് ആട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ചെറിയ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സക്സസ് ലേറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട്, അപ്പോ ഇവിടെ ഓരോ സ്മാർട്ട് കോൺട്രാക്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. 1500 പിന്നെ സ്മാർട്ട് കോൺട്രാക്ട് ആണ് നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 7.5 ടോക്കണും, സോറി, അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 7.5 ടോക്കൺ. നിങ്ങൾ അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 11.5 ടോക്കണും 80% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1200 രൂപയാണ്. ഓക്കെ, 1200 രൂപയും 11.5 ടോക്കണും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഫുൾ കോൺട്രാക്ട് എടുത്ത് 8 സ്മാർട്ട് കോൺട്രാക്റ്റും ആക്ടിവേഷൻ ചെയ്ത് നിങ്ങൾ ഈ 8 സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് 1545 ടോക്കൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് മുടക്കേണ്ടത്, ഇതിന്റെ ഏറ്റവും മാക്സിമം മുടക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഫോർജ് റിവോൾവില് 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപ മുടക്കിയിട്ട് 1545 ടോക്കണും അവിടെ കിട്ടുന്നുണ്ട്. 2 ലക്ഷം എബോവ് രൂപ നമുക്ക് പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. 2 ലാക്ക് എബോവ് പ്രോഫിറ്റും 1525 ടോക്കണും കിട്ടുന്ന ഒരു സിസ്റ്റം ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? 1500 രൂപ മുടക്കിയിട്ട് 1200 രൂപയും 11.5 ടോക്കണും ആണോ നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നത് എന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ഏത് രീതിക്കാണോ ബിസിനസ് ഒക്കെ. ഒറ്റ കാര്യം മാത്രമേ പറയൂ, നിങ്ങൾ ചെറിയ സ്ലോട്ടുകൾ എടുത്ത് ബിസിനസ് പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വരുമാനത്തിലൂടെ വലിയ വരുമാനത്തിലേക്ക് എത്താം. ഇനി നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയൊരു വരുമാനത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സക്സസ് 1-2 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് എടുക്കുന്നത് നിങ്ങൾക്ക് 1-2 മാസം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്താം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 1500 എടുക്കാം, പിന്നെ 4000 എടുക്കാം, 8000 എടുക്കാം, പിന്നെ 16,000 എടുക്കാം. ഇത് ഏത് 1 2 3 ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ നിങ്ങൾ എടുക്കുന്ന കോൺട്രാക്ടിന്റെ വാല്യൂ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ചിന്തിക്കുക, ചെറിയ കോൺട്രാക്ട് എടുത്ത് അതിന്റെ 50% ആണോ, വലിയ കോൺട്രാക്ടിന്റെ 50% നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയം, അല്ലെ? നമുക്ക് ഒരുപാട് സമയങ്ങളില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ടോക്കൺ ലിസ്റ്റ് ചെയ്യുന്ന വരെ ഉള്ളൂ നമുക്ക് ഈ റിവാർഡായിട്ട് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടാവുള്ളൂ. അപ്പൊ പെട്ടെന്ന് സക്സസ് ആവണോ അതോ പതുക്കെ സക്സസ് ആവണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഒരിക്കലും കമ്പൽ ചെയ്തിട്ട് നിങ്ങൾ ഇത്ര എടുത്തേ പറ്റുള്ളൂ എന്നുള്ളത് നിർബന്ധിക്കല്ല. പക്ഷെ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇതിന്റെ ഒരു ചാൻസസ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഈ 2 കാറ്റഗറൈസ് ആയി എന്ന് പറഞ്ഞു, ടെർമിനൽ 3യും ടെർമിനൽ 14. അവിടെ നമുക്ക് 80% വരുമാനം കിട്ടുന്നതെങ്കിൽ ഇവിടെ നമുക്ക് 50% റെഫറൽ ഇൻകവും, ഫസ്റ്റ് ലെയറിൽ നിന്ന് 30% നമുക്ക് റെഫറൽ ഇൻകവും. ഇവിടെ നമുക്ക് 3 ലെവലിൽ നിന്ന് വരുമാനം. അവിടെ ഡയറക്റ്റ് വരുമാനം ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നമുക്ക് 3 ലെയറിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇതിന്റെ ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റോയൽറ്റിയാണ്. 80% ഫോർജ് റേസിലാണെന്നുണ്ടെങ്കിൽ, ഫോർജ് റിവോൾവിലാണെങ്കിലും 80%, ഫോർജ് റേസിലാണെങ്കിൽ 40% റെഫറലും 40% ലെവലും ആയിട്ട് പോയി. ഫോർജ് റിവോൾവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 80% റെഫറൽ ഇൻകം ആയിട്ട് പോയി. ഇനി ബാക്കി വരുന്ന 20% ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതും കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ്. അത് നമുക്ക് റോയൽറ്റി ആയിട്ട് കിട്ടുന്നുണ്ട്. റോയൽറ്റി ആയിട്ട് കിട്ടാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫുൾ കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഫോർജ് റേസിലും ഫോർജ് റിവോൾവിലും ഫുൾ കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്ത, ഫോർജ് റേസിലുള്ള 6 സ്മാർട്ട് കോൺട്രാക്റ്റും ഫോർജ് റിവോൾവിലുള്ള 8 സ്മാർട്ട് കോൺട്രാക്റ്റും ആക്ടിവേഷൻ ചെയ്താൽ ഞാൻ അതിന് ക്വാളിഫൈഡ് ആയി. ഇനി എനിക്ക് 20% അവിടുന്ന് റോയൽറ്റി കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഞാൻ ഇതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിനോ എൻ്റെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ എന്നോട് കൂടെ നിൽക്കുന്ന ആർക്കെങ്കിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അവരും ഇതുപോലെ തന്നെ ഈ 2 കോൺട്രാക്റ്റുകൾ, ഈ 2 പ്രൊജക്ടുകളിൽ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ 5 പേര് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് 20%, ഞാൻ പറഞ്ഞു ഫിക്സഡ് സാലറി പോലെ 1-ാം തീയതി ക്രെഡിറ്റ് ആകുന്ന റോയൽറ്റിക്ക് ഞാൻ എലിജിബിൾ ആവും. 20% റോയൽറ്റി എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇതുപോലെയുള്ള എന്റെ കൂടെ വന്നിട്ടുള്ള 5 പേരെയെങ്കിലും ഞാൻ ഈ ഒരു 20% റോയൽറ്റി വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ 30% റോയൽറ്റിക്ക് എലിജിബിൾ ആയി. ഇതുപോലെ ഞാൻ 30% ഈ വന്ന 5 പേർക്ക് ആർക്കെങ്കിലും ഞാൻ ഈ ഒരു 30%ന്റെ ഈ ഒരു അവസരത്തിലേക്ക് അവർ എത്തിച്ചു കഴിഞ്ഞാൽ 50% റോയൽറ്റി എനിക്ക് അവിടെ കിട്ടും. അപ്പൊ ഒരു പയനീർ എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്നും, വിഷണറി എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്നും, ട്രെയിൽ ബ്ലേസർ എന്നുള്ള സ്റ്റേജിൽ നിന്നും ഇവിടെ ഇപ്പൊ 20% കിട്ടുന്ന ആളുകൾക്ക് തന്നെ മന്ത്ലി ഒരു 10,000 അബോവ് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, 30% ആണ് കിട്ടുന്നതെങ്കിൽ 1 lakh അബോവ് മന്ത്ലി അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. പയനീർ എന്ന് പറയുന്ന സ്റ്റേജിലും കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്, വിഷണറി എന്ന് പറയുന്ന സ്റ്റേജിലും കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. അവിടെ മന്ത്ലി 1 lakh അബോവ് ആണ് 30% റോയൽറ്റി കിട്ടുന്ന ആളുകൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അപ്പൊ ഒരു 50% റോയൽറ്റിക്കാണ് നമ്മൾ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ മന്ത്ലി വരുമാനം അത് നമുക്ക് വെറുതെ കിട്ടുന്നതാ. വെറുതെ കിട്ടുന്ന അവിടെ നമ്മൾ ഓരോ ഫോട്ടോ എടുക്കാണ്ട് കിട്ടുന്നതാ. എഫേർട്ട് എടുക്കാണ്ട് എന്ന് പറയാൻ പറ്റൂല, നമ്മളെ കൂടെ വന്ന ആളുകളെ ഈ ഒരു പയനീറും മിഷനറി എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിയതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന വരുമാനം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഫോർജ് റേസിലും നമ്മൾ ചെയ്യേണ്ടതും ഫോർജ് റിവോൾവിലും നമ്മൾ ചെയ്യേണ്ടതും മാക്സിമം 2 പ്രൊജക്റ്റിലും ആക്ടിവേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റോയൽറ്റിക്ക് നമ്മൾ എലിജിബിൾ ആവുകയും ചെയ്യും. മാക്സിമം നമുക്ക് ടോക്കൺ കളക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ടോക്കൺ ഹോൾഡ് ചെയ്ത് വെക്കുക, നമ്മളെ അവിടെ അറിയുന്ന ആളുകളിലേക്ക് ഇത് നമ്മൾ എത്തിച്ചു കൊടുക്കുക, അവരെയും ടോക്കൺ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാക്കിക്കൊണ്ട് അവർക്ക് കൂടെ ഇത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ടോക്കൺ ഫോക്കസ് ചെയ്താലും നമുക്ക് വരുമാനം, ടോക്കൺ ഹോൾഡ് ചെയ്ത് വെക്കാനും അതിന്റെ കൂടെ വരുമാനം കിട്ടുന്നുണ്ട്. വരുമാനം ഫോക്കസ് ചെയ്താലും നമുക്ക് വരുമാനം അതിന്റെ കൂടെ ടോക്കണും കൂടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുക, ഇന്ന് 1,500 രൂപ മുടക്കിയാൽ നമുക്ക് നല്ലൊരു ഡ്രസ്സ് പോലും വാങ്ങാം. ഒരു ചുരിദാർ വാങ്ങണമെങ്കിൽ മിനിമം ഒരു 4,000 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോ ഈ ഏറ്റവും ചെറിയ ഇത് എടുക്കാൻ പോലും ഇന്ന് ഒരാളെ കൊണ്ടും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രക്ഷപ്പെടാൻ പറ്റുന്ന ടെക്നോളജി ബേസ് ചെയ്ത് 100% സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായിട്ട് കൂടെ നിന്ന് എംപവർ എന്ന് പറയുന്ന അക്കാഡമിയുടെ എഡ്യൂക്കേഷനിലൂടെ വളർന്നു വന്ന് ഈ ഒരു ഇൻഡസ്ട്രി പഠിച്ച് ഇത് എന്താണെന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരുപാട് ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം പരിചയപ്പെടാനും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ, നിങ്ങളെ പ്രശ്നങ്ങൾ എന്താണോ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പരിഹരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന, നിങ്ങൾ ഇപ്പോ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഇൻകം കൂടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ ഇവിടെ ആകെ ഡെയിലി ഒരു 2 മണിക്കൂർ കൊടുക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇന്ന് ഏൺ ചെയ്യുന്നതിന്റെ ഇരട്ടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്താണോ ഈ ഒരു എക്സ്ട്രാ വരുമാനം കൊണ്ട് അല്ലെങ്കിൽ ഒരു ആവശ്യം എന്താണോ അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പം എല്ലാരും കൂടെ ഡൗട്ട് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാത്തത് കൊണ്ട് മാത്രം നിങ്ങളെ കണക്ട് ചെയ്ത ആളുകളുമായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഇന്ന് അത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങാവൂ. കാരണം ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കുക. മാക്സിമം ഞങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ഒരുമിച്ച് നിന്ന് ടീമോട് കൂടിയിട്ട്, ടീം വർക്കോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോയി നല്ലൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് എത്താം. എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.